പ്രിയ സുഹൃത്തുക്കളെ, കൈപുണ്യം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപ്പുമാവുകൾ തിന്ന് പരിചയമുള്ള നമ്മൾക്കെല്ലാവർക്കും ഇന്നൊരു പ്രത്യേകതരം ഉപ്പുമാവുണ്ടാക്കി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കപ്പ ഉപ്പുമാവ് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയം തോന്നിയേക്കാം. കപ്പ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കപ്പ അരിഞ്ഞുണങ്ങി വെള്ളത്തിലിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ആദ്യമായി ഒരു ഉദ്ദേശം 1/2 കിലോ കപ്പ എടുക്കുക. അതിൽ നിരക്കെ വെള്ളമൊഴിച്ച് 5 മണിക്കൂർ നേരത്തേക്കെങ്കിലും കപ്പ കുതിർക്കലിന് വെക്കുക. ഏതാണ്ട് നമ്മൾ വെള്ളത്തിലിട്ടിരുന്ന കപ്പ കുതിർന്നു കഴിഞ്ഞു. അതിൽ നിന്നും ആ തൊലി നീക്കം ചെയ്ത് ചെറുതായിട്ട് പൊടിച്ചിട്ടിരിക്കുന്ന കപ്പയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൽപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ. നിരക്കെ വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിക്കാൻ വയ്ക്കും. ശ്രദ്ധിക്കണം, ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതായതുകൊണ്ട് അധിക സമയം നമുക്ക് വേവിക്കേണ്ടതായി വരില്ല. എന്നാലും ശ്രദ്ധിക്കുക. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അധികം ഉപ്പിടണ്ട. കൂടുതൽ ഉപ്പിട്ടാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. ശരി, ഇത് കത്തിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് അടച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. ഉദ്ദേശം ഒരു 15-20 മിനിറ്റ് ഇത് വേകാൻ വെക്കുക. ശരി, ഇത് വെന്തതിന് ശേഷം ഇനിയും നമുക്ക് കാണാം. രണ്ട് കപ്പ വെന്ത് കഴിഞ്ഞു. അതിന് നമുക്ക് അതിലെ വെള്ളം ഊറ്റി ശകലം ആറക്കാം. അതിനുശേഷം ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കത് ഒരു സ്വല്പം ഹെൽത്തിയും കൂടാണ്. അത് ഇരുമ്പ് ചീനിച്ചട്ടി നല്ല മെഴുകിയെടുത്തിയ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഏകദേശം 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് എണ്ണ ഒഴിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാവും. എല്ലായിടത്തും വെളിച്ചെണ്ണ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ആ എണ്ണയൊന്ന് ചൂടാകുന്നിടം വരെ നോക്കുക. ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂൺ കടുക് ആദ്യമായിട്ടിടുക. അതിനുശേഷം ആ കടുക് പൊട്ടിയതിനു ശേഷം, കടുക് വറക്കുന്നത് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കടുക് ഏതാണ്ട് പൊട്ടിക്കഴിഞ്ഞ് അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഉള്ളി, നമ്മുടെ സാമ്പാർ ഉള്ളി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളി 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, കരിവേപ്പിലയും മാത്രമാണ് ഇതിന്റെ കൂടെ ഇടുന്നത്. ആദ്യമായി ഉള്ളി അതിനകത്തോട്ടിടുന്നു. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതിൻ്റെ കൂടെ ഇടും. ഇത് കരിവേപ്പിലയുടെ തണ്ടാണ്. ചെറിയ തണ്ട് ഇടണമെന്നില്ല. നമ്മുടെ ഇതായിരുന്നു അവൈലബിലിറ്റി ഉള്ള സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ കരിവേപ്പില തണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടുന്നു.
ഈ കരിവേപ്പില എല്ലാവരും ആദ്യമായിരിക്കും ഇടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒടുവിലിട്ടെന്ന് വെച്ചാൽ ആ ചെറിയ കരിവേപ്പിലയായിരുന്നു. അത് ഒന്ന് വേർന്നിടം വരെ അല്ലെ ആ കരിവേപ്പില അതിനകത്ത് കിടന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചോദ്യം വരും, നിങ്ങൾ കരിവേപ്പില എന്തുകൊണ്ട് അവസാനം ഇട്ടു? അതുകൊണ്ടാണ് ആ കരിവേപ്പില അവസാനം ഇട്ടു. അധികം മൂക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ അധികം മൂക്കേണ്ട കാര്യമില്ല. ഇത്രയും ആഴ്ചയ്ക്ക് നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇടാം. ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മളൊന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഈ കപ്പ വേവിച്ചപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് ഒന്ന് വേവിച്ച് നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇടുക. ലോ ഫ്ലെയിം, ഇത് തീ കുറച്ച് വെച്ച് ചൂടാക്കുക. സ്വല്പം ഉപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. കാരണം ശകലം ഉപ്പ് കുറവായെന്ന് തോന്നുന്നു. നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. വീണ്ടും ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ഇടുക. അതാണ്ട് ഒരു ഉപ്പുമാവിന്റെ സ്മെല്ല് വന്നിരിക്കുകയാണ്. മലയാളികളെ പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കടുക് വറക്കുന്നത് എങ്ങനെയാണ്. ശരി, ഏതാണ്ട് ആ കടുക് എല്ലാം ഇതിൻ്റെ കൂടെ മിക്സായി ആയതിനു ശേഷം ഒരു അരമുറി തേങ്ങ തിരുമിയത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. തേങ്ങ മാത്രം, വേറെ ഒന്നും വേണ്ട. ആ തേങ്ങ തിരുമിയെടുത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യും. കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കരിവേപ്പ് തണ്ടുകൊണ്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഉപ്പുമാവ് എന്നതിലുപരി ഇത് കപ്പയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടാണ്. പണ്ട് പാവങ്ങളുടെ ആഹാരമായി കിടന്ന കപ്പയെ ഇപ്പോൾ നമ്മൾ ഈ കപ്പ വ്യാപാരവും കപ്പ ഉൽപാദനവും നിലച്ചു പോയി എന്ന് തന്നെ പറയാം. അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ആ കപ്പ ആഹാരങ്ങൾ ഇനിയും നമ്മൾ ഉപയോഗിക്കുക. കപ്പയുടെ ഗുണദോഷങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ആഴ്ചയിൽ ഒരു നേരമെങ്കിലും കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് കൂടി സൂചിപ്പിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പാചകകലയുടെ അടുത്ത ഒരു ചെപ്പടി വിദ്യയുമായി ഉടൻ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. നന്ദി.